മാക്കിപ്പിതാവിന് പുരാതന പാട്ടുകൾ മാർഗങ്ങളിൽ വലിയ ഇഷ്ടമായിരുന്നു. നിങ്ങൾക്ക് മാക്കിപ്പിതാവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണോ? വന്നിരിക്കെ. മത്തായിച്ചോ, സുറിയാനി മൽപ്പാനായി പുത്തൻപള്ളിയിൽ ഏതാണ്ട് 2 ആണ്ട് കഴിഞ്ഞു. അപ്പാപ്പൻ അച്ഛനെ കൈപ്പുഴ വികാരിയായി കാണാൻ ആഗ്രഹം. എനിക്കൊരു തടസ്സവുമില്ല, ദൈവഹിതം മാത്രം നടക്കട്ടെ. എന്താണ് പരാതിയാച്ചൻ? പിതാവേ, ഈ രൂപതയുടെ സഹായമെത്താനെ നിയോഗിക്കപ്പെട്ട എനിക്ക് ലാറ്റിനും ഇംഗ്ലീഷും അറിയാവുന്ന ഒരു മലയാളി വൈദികന് സെക്രട്ടറിയെ കിട്ടിയാണെന്നായിരുന്നു. അതിന് നാം ആരെ കണ്ടെത്തും? മാക്കിയച്ഛൻ കൈപ്പുഴയിൽ 9 വർഷമായിരുന്നു. അച്ഛൻ ഭാഷ നന്നായി കൈകാര്യം ചെയ്യും. നല്ല ആത്മീയതയുമുണ്ട്. ശരി, നാം അത് അംഗീകരിക്കുന്നു. റോമിലെഴുതാൻ അച്ഛനെ പറ്റൂ. നമ്മുടെ സുറിയാനി സഭയെ ലത്തീൻ ഭരണത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണം. ഞാൻ ആ കാര്യം പണ്ടേ തുടങ്ങി. കത്തുകൾ പലത് റോമിലേക്ക് അയച്ചു. സുറിയാനിക്കാർക്കായി കോട്ടയം, തൃശൂർ വികാരിയാത്രകൾ സ്ഥാപിച്ച് ഉത്തരവായിരിക്കുന്നു. മാക്കിയിൽ ബഹുമാനപ്പെട്ട മത്തായച്ചന്റെ ആഗ്രഹപ്രകാരം ഇന്ന് 1792 ജൂൺ മാസം 24-ാം തീയതി ക്നാനായ പെൺകുട്ടികൾക്കായി ഈ മഠം വിസ്റ്റേഷൻ സമൂഹം എന്ന പേരിൽ ആരംഭിച്ച് ഉത്തരവാകുന്നു. പിതാവേ, പെൺമക്കൾക്കായി ഒരു സ്കൂളും എന്റെ ഒരു സ്വപ്നമാണ്. അച്ഛന്റെ സ്വപ്നം സഫലമാകട്ടെ. വലിയ ഉത്തരവാദിത്തത്തിലാണെന്നറിയാം. ബ്രഹ്മകലം സെമിനാരി ലത്തീൻ പ്രൊഫസർ, കടുത്തുരുത്തി ബ്രഹ്മകലം വികാരി. പക്ഷെ അതിനേക്കാൾ വലിയൊരു ദൗത്യം മാർപ്പാപ്പ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവഹിതം മാത്രം നടക്കട്ടെ പിതാവേ. മത്തായച്ച, അച്ഛന്റെ സ്വപ്നവും പ്രാർത്ഥനയും എല്ലാം തെക്കുംഭാഗ സമുദായത്തിന് വേണ്ടിയല്ലേ? പാപ്പ അച്ഛനെ അവരുടെ വികാരി ജനറലായി നിയമിച്ചിരുന്നു. ദൈവേഷ്ടത്തിന് ഞാൻ എന്നെ കൈയാളിക്കും. മാക്കിയിലച്ഛനെ ഒരു ധ്യാനമൊരുക്കി തെക്കുംഭാഗ പള്ളികളുടെ സ്ഥിതിവിവര കണക്കുകളും വൈദികരുടെ മേൽവിലാസ കലണ്ടറും എല്ലാം തയ്യാറാക്കി നൽകി. അവസാനം ലിവീന് പിതാവിന്റെ കോരി തിരിപ്പിക്കുന്ന ഒരു വാർത്ത എന്താണമ്മേ? 13-ാം ലയോ മാർപ്പാപ്പ നമ്മുടെ ജനറൽ അച്ഛനെ ചങ്ങനാശ്ശേരി വികാരി അപ്പസ്തോലികയായി നിയമിച്ചിരിക്കുന്നു. ഇത്രയും വിശാലമായ ഈ വികാരിയാത്തിൽ ന്യൂനപക്ഷ സമുദായ അംഗമായ താൻ മെത്രാനായാൽ പിതാവേ, ഈ ഉദ്ദേശത്തിന് മറ്റാരെങ്കിലും തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ വിഷമം മാർപ്പാപ്പയെ അറിയിച്ചേ തീരൂ. എന്റെ മാതാവേ, ദിനത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചെങ്കിൽ ഇവിടെയും നീ എന്നെ തുണിക്കണമേ. ഇസ്രായേൽ ജനത്തെ മോശ ദൈവാലയത്തിലെത്താൻ ചെങ്കടൽ കടത്തിയെങ്കിൽ പിതാവ് ധൈര്യമായി തിരുവസ്ത്രങ്ങൾ അണിയും, വംശവടിയും കയ്യിലെടുക്കൂ. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ വഷളായി. പള്ളി സംവിധാനങ്ങൾ ക്രമപ്പെടുത്താൻ ഡെക്കറേറ്റ് പുസ്തകം തയ്യാറാക്കി നൽകിയെങ്കിലും വടക്കും ഭാഗക്കാരുടെ നിസ്സഹകരണം പിതാവിനെ കൂടുതൽ തളർത്തി. പിതാവ് മേനാശ്ശേരി പിതാവിനെ ലൂയിസ് പിതാവിനെ വിവരം ധരിപ്പിച്ച വട്ടക്കളത്തിലച്ഛനെ ചാണ്ടിയച്ഛനെയും കൂട്ടി റോമിന് പോയി തന്റെ സങ്കടങ്ങൾ മാർപ്പാപ്പയെ അറിയിച്ചു. അങ്ങനെ തെക്കും ഭാഗർക്ക് മാത്രമായി പരിശുദ്ധ 10-ാം പീയസ് പാപ്പ കോട്ടയം വികാരിയാത്ത് സ്ഥാപിച്ച് മാക്കിയിലച്ഛനെ കോട്ടയത്തിന്റെ വികാരി അപ്പസ്തോലിക്കയാക്കി. പുണ്യാത്മാക്കളുടെ കണ്ണീരിന് ദൈവസന്നിധി വലിയ വിലയുണ്ട്. ദൈവഹിതത്തിന് തലകുനിച്ചാൽ സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യും എന്നതിന്റെ തെളിവാണ് കോട്ടയം അതിരൂപത. SH മോഡിൽ തിരുഹൃദയാശ്രമം പണിയാൻ ചാണ്ടിയച്ഛന് പ്രചോദനം നൽകിയതും താര SAPS സമൂഹങ്ങളെ വളർത്തിയതും ചങ്ങനാശ്ശേരി പാറയപ്പടി തീർത്ഥാടന കേന്ദ്രം പണിതതും SP സ്കൂൾ പണി പൂർത്തിയാക്കിയതും എല്ലാം നമ്മുടെ മാക്കിപ്പിതാവാണ്. ജനുവരി 26 മാക്കിപ്പിതാവിന്റെ 111-ാം ചരമവാർഷികം ഇടയ്ക്കാട്ട് നടക്കുന്നുണ്ട്. നമുക്കും അവിടെ പോകാമേ? ശരി, വരും മക്കളെ, നമുക്കും അവിടെ പോകാം.